ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രിസ്മസ് തീമിലുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്, ലക്കി സ്റ്റാർ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ വിഡ്ത്തിൽ നമ്മളൊരു സ്ട്രിപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല കളർഫുൾ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കളർ കൊടുത്തിട്ട് യൂസ് ചെയ്യാം. വൈറ്റ് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു സ്ട്രിപ്പിന് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ നമ്മളിങ്ങനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ആ ലെങ്ത്ത് ഭാഗം ഉള്ളിലോട്ട് വലിച്ചിട്ട് ഇതിനൊന്നിങ്ങനെ പതുക്കെ അങ്ങനെ വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കെയർഫുള്ളായിട്ട് വലിക്കണം, പൊട്ടിപ്പോവരുത്. എന്നിട്ട് കറക്റ്റ് ആയി കഴിഞ്ഞ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ ഭാഗം ഇങ്ങോട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തു. വലിയ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹെക്സഗൺ ഷേപ്പിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വരിക. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് വന്ന് നിൽക്കും, അവിടെ വീണ്ടും ഫോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രിപ്പ് ഈ ഒരു ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഫോൾഡ് ചെയ്ത് ലാസ്റ്റ് വരുന്ന ഭാഗം എന്ത് ചെയ്യണം, നമ്മൾ ഇതിനുള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം. ഓക്കെ, കുറച്ച് നീളത്തിൽ കയറ്റി കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഈ കോർണേഴ്സ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പിഞ്ച് ചെയ്യാണ് വേണ്ടത്. അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഈസി ആയിട്ട് നമുക്ക് 2 കൈകളിലും ഓരോ കോർണേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് പ്രസ് ചെയ്യാം. കണ്ടോ, അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊന്തി വരുന്ന പോലത്തെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. എല്ലാ കോർണേഴ്സും നമുക്ക് പ്രസ് ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മളിതാ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് ആയില്ലേ, 5 കോർണേഴ്സ് ഉള്ള ഒരു സ്റ്റാർ ഷേപ്പ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പല കളേഴ്സിലുള്ള സ്റ്റാർസ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി ചാനൽ തുടങ്ങിയ സമയത്ത് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് റീപോസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലെ കുറേ സ്റ്റാർസ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിങ്ങനെ ബോട്ടിലിൽ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഡെക്കോറായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് അല്ലാത്ത സമയത്ത് പല കളർഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് തീമിൽ വേണമെങ്കിൽ ആ ഒരു കളർ തീമിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു റെയിൻബോ ഇഫക്റ്റ് പോലെ കുറേ കളേഴ്സ് വെച്ച് ചെയ്തതാണ്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.